ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കോസിക്കെ സ്കിൻ ലൈറ്റനിങ് ഫേസ് ക്രീം വിത്ത് റിയൽ ടെർമറിക് എന്ന് പറയുന്ന ഒരു ക്രീമിൻ്റെ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ റിവ്യൂവിന് വേണ്ടി എടുത്തിട്ടുള്ള പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കോസിക്കെൻ്റെ സ്കിൻ ലൈറ്റനിങ് ഫേസ് ക്രീം വിത്ത് റിയൽ ടെർമറിക്. അപ്പോൾ നമുക്കറിയാം കോസിക്കർ ഇപ്പോൾ ഒരുപാട് നല്ല നല്ല പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ഒരു വൺ ഓഫ് ദി ബെസ്റ്റാണ് ഈ ഒരു കോസിക്കേൻ്റെ സ്കിൻ ലൈറ്റനിങ് ഫേസ് ക്രീം വിത്ത് റിയൽ ടെർമറിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ പാക്കേജിങ്ങിലും ഔട്ട് ഓഫ് പാക്കേജിങ്ങിലും ഇന്ന പാക്കേജിങ്ങിലും എല്ലാം ഇതിൽ ഒരുപാട് കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഗീവ്സ് റേഡിയൻ ഗ്ലോ സ്കിൻ, നമ്മുടെ സ്കിന്നിൽ ഒരു റേഡിയൻ ഗ്ലോ തരുമെന്ന് പറയുന്നുണ്ട്. റെഡ്യൂസ് പിഗ്മെൻറ്റേഷൻസ് റെഡ്യൂസ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. സ്മൂത്തസ് പിമ്പിൾസ്, ആക്നീസ് ആൻഡ് ബേൺസ്, സ്കിന്നിലുണ്ടാകുന്ന ബേൺസും പിമ്പിൾസും എല്ലാം മാറ്റുമെന്നും പറയുന്നുണ്ട്. ഇനി ഇതിൽ അടങ്ങിയിരിക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും അതൊക്കെ നമ്മുടെ സ്കിന്നിന് എത്രമാത്രം ഹെൽപ്ഫുൾ ആണെന്നൊക്കെ നമുക്ക് നോക്കാം. ഇതിൽ അടങ്ങിയിരിക്കുന്ന മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കോജിക് ആസിഡ് ആൻഡ് ആൽഫ ആർബ്യൂട്ടിൻ. ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ സ്കിന്നിലെ ലൈറ്റൻ ചെയ്യുകയും ഡാർക്ക് സ്പോട്ടിനെ കുറയ്ക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഹൈപ്പർ പിഗ്മെൻറ്റേഷനെയും ഇല്ലാതാക്കും. ക്രീമിൻ്റെ ഒരു മെയിൻ അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ടെർമറിക് എന്ന് പറയുന്നത്. ടെർമറിക്കിൻ്റെ ഉപയോഗങ്ങൾ നമുക്കറിയാം. ഇപ്പം ഒരുപാട് ആയുർവേദ പ്രോഡക്ട്സിലാണെങ്കിലും ഹോം റെമഡീസിലാണെങ്കിലും നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ഇൻഗ്രീഡിയൻ്റ് തന്നെയാണ് ഈ ഒരു ടെർമറിക് എന്ന് പറയുന്നത്. ഈ ടെർമറിക്കിൽ അടങ്ങിയിരിക്കുന്ന കുർക്കുമിൻ എന്ന ഒരു വസ്തുവാണ് നമ്മുടെ സ്കിന്നിലെ ആ ഒരു ചേഞ്ചസ് നമുക്ക് തരുന്നത്. അപ്പോൾ ടെർമറിക്കും ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ആൻറ്റി ഏജിങ് ആണ്, റെഡ്യൂസ് ആക്നീസ്, നമ്മുടെ ആൻറ്റി ഏജിങ് കൊണ്ടുള്ള പ്രശ്നങ്ങൾ മാറുന്നതിനും ആക്നീസ് റെഡ്യൂസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ആൽഫ ആർബ്യൂട്ടിൻ ആണ്, റെഡ്യൂസ് ഏജ് ആകുമ്പോൾ ഉണ്ടാകുന്ന സ്പോട്ട് ഇല്ലാതാക്കുന്നു, ആക്നീസ് സ്കാർസ് ഇല്ലാതാക്കുന്നു, സ്കിന്നിൽ ആ ബ്ലെമിഷ് ഉണ്ടാകുന്ന ഒരു റെഡ്നെസ്സിനെ മാറ്റാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ഡാർക്ക് സ്പോട്ട് ഇല്ലാതാക്കുന്നു, സൺ ടാൻ റിമൂവ് ചെയ്യുന്നു, അതുപോലെ നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആൻഡ് സപ്പിളായിട്ട് വയ്ക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് നമ്മൾ മറ്റ് പ്രോഡക്ട്സുമായിട്ട് മാർക്കറ്റിൽ അടങ്ങിയിരിക്കുന്ന മറ്റ് പ്രോഡക്ട്സുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്കിൻ ടൈപ്പ്, ഈ ഒരു ക്രീം ഏതൊക്കെ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യുന്നത് വെച്ചാൽ സ്യൂട്ടബിൾ ഫോർ ഓൾ സ്കിൻ ടൈപ്പാണ്. പിന്നെ ഇതിൻ്റെ ഹൈഡ്രേഷൻ എന്ന് വെച്ചാൽ മറ്റുള്ളവയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡീപ്ലി ഹൈഡ്രേറ്റ് ആൻഡ് ലോക്സ് ഇൻ മോയ്സ്ചർ, നല്ല ഡീപ്പായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുകയും മോയ്സ്ചറൈസ് ലോക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സ്കിൻ പ്രൊട്ടക്ഷൻ്റെ കാര്യത്തിലും പ്രൊട്ടക്ട് എൻ്റെ സ്കിൻ ബാരിയറിനെ ഇത് പ്രൊട്ടക്ട് ചെയ്യുന്നെന്നും പറയുന്നുണ്ട്. പിന്നെ ഇത് ഗേൾസിനും ബോയ്സിനും യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടുള്ള നമ്മുടെ സ്കിന്നിൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് നോക്കാം. ഒന്നാമത്തെ ബെനിഫിറ്റ്സ് ആണ് എഫക്റ്റീവ് ടാൻ റിമൂവൽ. ആക്ട് ആസ് എ പവർഫുൾ ഡീ ടാൻ പാക്ക് എൻറിച്ച്ഡ് വിത്ത് കോജിക് ആസിഡ് എൻസ്യൂറിങ് എ സ്കിൻ റിമൈൻ ബ്രൈറ്റ് ആൻഡ് ഫ്രീ ഫ്രം ടാൻ. അതായത് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന കോജിക് ആസിഡ് നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന ആ ഒരു ഉണ്ടായിട്ടുള്ള ടാന് മാറ്റും എന്ന് പറയുന്നുണ്ട്. ഒരു ഡീ ടാൻ പാക്ക് പോലെ വർക്ക് ചെയ്യുമെന്നും പറയുന്നുണ്ട്. ദെൻ സ്കിൻ വൈറ്റനിങ് ആണ് അടുത്തൊരു ബെനിഫിറ്റ്സ്. ഫോർമുലേറ്റഡ് ആസ് എ സ്കിൻ വൈറ്റനിങ് ക്രീം, ഇറ്റ് ഹാർമോണിയസ് വിത്ത് നേച്ചുറൽ റേഡിയൻസ്, ബൂസ്റ്റിംഗ് ബെനിഫിറ്റ്സ് ഓഫ് ടേർമറിക് ഫോർ ദ വൈബ്രൻറ്റ് കോംപ്ലക്ഷൻ. ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന മഞ്ഞൾ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു റേഡിയൻ്റ് ആയിട്ടുള്ള നല്ലൊരു കോംപ്ലക്ഷൻ തരുമെന്നും പറയുന്നുണ്ട്. പിന്നെ മോയ്സ്ചറിങ് ബെനിഫിറ്റ്സ് ആണ്, നല്ലൊരു മോയ്സ്ചറൈസറായിട്ട് ഇത് വർക്ക് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഐഡൽ ഫോർ ഡ്രൈ സ്കിൻ, ദിസ് ക്രീം ഡീപ്ലി ഹൈഡ്രേറ്റ് വൈൽ പ്രൊവൈഡിങ് ലൈറ്റ് വെയ്റ്റ് ആൻഡ് നോൺ ഗ്രീസി ഫീൽ. ഇത് നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്ത് വയ്ക്കുകയും ഇത് അധികം ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഒരു ഗ്രീസിനെസ്സും നമുക്ക് ഫീൽ ചെയ്യില്ല. ഇത് നോൺ ഗ്രീസിയാണ്. പിന്നെ അടുത്തുള്ള ബെനിഫിറ്റ്സ് ഡെയിലി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഡെയിലി യൂസ്, പെർഫെക്റ്റ് ആസ് ദ ഡേ ക്രീം ഫോർ ദ സമ്മർ, ഇറ്റ്സ് ഓഫൻ എസെൻഷ്യൽ മോയ്സ്ചറൈസർ ആൻഡ് പ്രൊട്ടക്ട് മേക്കിംഗ് സ്യൂട്ടബിൾ ഫോർ എവറിഡേ ആപ്ലിക്കേഷൻ എന്നാണ് പറയുന്നത്. നമുക്കിത് സമ്മർ ടൈമിലും യൂസ് ചെയ്യാം, പകൽ സമയത്ത് യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. എന്നാൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഒരു ടെർമറിക്കൊക്കെ ആഡഡ് ആയിട്ട് വരുമ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ നൈറ്റ് ടൈമിൽ തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. സൺസ്ക്രീൻ നല്ല SPF ഉള്ളൊരു സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. പിന്നെ ചില ആളുകൾക്ക് ഈ ടെർമറിക് അലർജി ഉള്ളവർ കാണും. അങ്ങനെയുള്ളവർ മാക്സിമം ഈ ഒരു ക്രീം അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ദെൻ ആക്നി മാർക്സ് റെഡ്യൂസ് ചെയ്യുന്നെന്ന് പറയുന്നുണ്ട്. ദ ഗ്ലൂട്ടാത്തോയിൻ കമ്പോണൻറ്റ് എഫക്റ്റീവ്ലി എയ്ഡ് ഇൻ ഈവനിങ് സ്കിൻ ടോൺ ആൻഡ് റെഡ്യൂസിങ് ബ്ലെമിഷസ്. ഇതിലടങ്ങിയിരിക്കുന്ന ഗ്ലൂട്ടാത്തോയിൻ്റെ കോമ്പണൻസ് നമ്മുടെ സ്കിന്നിലെ ആക്നി മാർക്സ് റെഡ്യൂസ് ചെയ്യുന്നെന്നും പറയുന്നുണ്ട്. ദെൻ അടുത്തൊരു ബെനിഫിറ്റായിട്ട് പറയുന്നത് ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ആണ്. നോട്ട് ജസ്റ്റ് സ്കിൻ വൈറ്റനിങ് ക്രീം, ഇറ്റ് ഈസ് ഓൾസോ ഫങ്ഷൻ ആസ് ആൻറ്റി ഏജിങ് ക്രീം. നമ്മുടെ സ്കിന്നിന് വൈറ്റൻ ചെയ്യാൻ മാത്രമല്ല ഒരു ആൻറ്റി ഏജിങ് ക്രീമായിട്ട് കൂടി ഇത് പ്രവർത്തിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഹെൽപ്പ് ടു മെയിൻറ്റെയിൻ യൂത്ത്ഫുൾ സ്കിൻ, നമ്മുടെ സ്കിൻ നല്ല
യൂത്ത്ഫുള്ളായിട്ട് വയ്ക്കുന്നതിനും ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്രീമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങളെന്ന് പറയുന്നത്. പിന്നെ ഇത് നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണ് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അല്ലെങ്കിൽ ആമസോണിൻ്റെ ലിങ്ക് കൊടുക്കാം. അതിൽ നിങ്ങളൊന്ന് ആ പേരൊന്ന് ചെക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആയിരിക്കും. പിന്നെ പറയാനുള്ള കാര്യം, ഇതിൽ പകൽ സമയം യൂസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം സമ്മർ ടൈമിൽ യൂസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. സമ്മറിലെ ഇപ്പോഴത്തെ വെയിൽ നമുക്കറിയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലത്തെ സ്കിൻ വൈറ്റനിങ്ങിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ പകൽ സമയം അവോയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം. മാക്സിമം വൈകുന്നേരങ്ങളിൽ ഈവനിങ് ടൈമിൽ യൂസ് ചെയ്യുക. ദെൻ നല്ലൊരു SPF ആയിട്ടുള്ള സൺസ്ക്രീന് പകൽ സമയത്ത് യൂസ് ചെയ്യണം. പറ്റുമെങ്കിൽ അത് റീഅപ്ലൈ ചെയ്യാനും കൂടെ ശ്രദ്ധിക്കണം. പിന്നെ പറയാനുള്ള ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾ സ്കിൻ ടൈപ്പ് എന്ന് കൊടുത്തിട്ടുണ്ട്. ബസ് അത് ആ ഒരു നോൺ ഗ്രീസി പ്രോഡക്റ്റ് ആയതുകൊണ്ട് സ്കിൻ ടൈപ്പിന് വളരെ സ്യൂട്ടായിരിക്കും. പിന്നെ എടുത്തു പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ചില വ്യക്തികൾക്ക് ഈ മഞ്ഞൾ കൊണ്ട് നല്ല അലർജി വരും. അങ്ങനെയുള്ള സ്കിന്നുകാർ ഇത് യൂസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഈ പ്രോഡക്റ്റ് നമുക്ക് അലർജി ഉണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നതിന് വേണ്ടിയാണ് നമ്മൾ ആ പ്രോഡക്റ്റ് വാങ്ങിച്ച ഉടനെ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പാച്ച് ടെസ്റ്റ് നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ സ്കിന്നുമായിട്ട് ഈ ഒരു പ്രോഡക്റ്റ് സ്യൂട്ടാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇറിറ്റേഷൻസ് കാണിക്കുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റൂ. അതുകൊണ്ട് ഏത് പ്രോഡക്റ്റും സ്കിന്നിൽ ഹെയറിലൊക്കെ യൂസ് ചെയ്യുന്ന ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും പാച്ച് ടെസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അപ്പോൾ പാച്ച് ടെസ്റ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിൽ നിന്നൊരു നമ്മൾ ഏത് പ്രോഡക്റ്റാണ് യൂസ് ചെയ്യുന്നത് ആ ഒരു പ്രോഡക്റ്റിൻ്റെ അല്പം എടുക്കുക, നമ്മുടെ കഴുത്തിൻ്റെ ചെവിക്ക് താഴെ കഴുത്തിൻ്റെ സൈഡിലോട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടോ എന്ന് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും റിയാക്ഷൻസ് കാണിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സ്കിന്നിന് സെറ്റ് അല്ല എന്നാണ് അർത്ഥം. അപ്പോൾ ചിലരിൽ ഈ ഒരു മഞ്ഞൾ അലർജി ആയിട്ട് കാണിക്കാറുണ്ട്. കാരണം ഈ മഞ്ഞൾ ഇടുന്ന സമയത്ത് ഇങ്ങനെ ചെറിയ ചെറിയ കുരുക്കളായിട്ടൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അത് ചില സ്കിന്നിന് കാണിക്കുന്ന റിയാക്ഷൻസ് ആണ്. എല്ലാ ഇൻഗ്രീഡിയൻറ്റും എല്ലാ സ്കിന്നിനും സ്യൂട്ടല്ല. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ മഞ്ഞൾ അലർജി ഉള്ളവർ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.